ഹായ് ഹലോ. നല്ല മഴയല്ലേ, ആർക്കും എങ്ങോട്ടൊന്നും പോകാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഉച്ചക്ക് ചോറിനെ കുറച്ച് മോര് കാച്ചിയതും കൂട്ടി കഴിക്കാനായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്നലത്തെ കുടംപുളി ഇട്ട് വറ്റിച്ച് വെച്ച മീൻകറിയും പയറു തോരനും പപ്പടവും മാതള നാരങ്ങ അച്ചാറെല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു മോര് കറിയും കൂടി ആകാമല്ലോ. ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ടേ. എണ്ണ ചൂടായരം അതിൽ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുത്ത്. ഇനി കടുക് നന്നായി പൊട്ടിയിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവയും അതുപോലെ തന്നെ ഒരു 4 ഉണക്കമുളക് ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ടൊന്നും മോര് കറി വെക്കാനൊന്നും അറിയില്ല കേട്ടോ. എന്നാലും എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാൻ വെക്കുന്നുണ്ട്. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ വെക്കുന്നുണ്ടാവുക. എന്തായാലും അടുപ്പത്തായതുകൊണ്ട് തീ അധികം ഞാൻ കത്തിക്കുന്നുമില്ല. ഒരു 5 ചെറിയ ഉള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ചെറിയൊരു ഇഞ്ചി കഷ്ണവും ഒരു 3 പച്ചമുളകും കൂടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഗ്യാസ് അടുപ്പ് പോലെ തീ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ തീ അങ്ങനെ കത്തിക്കാണ്ട് തീ കുറച്ച് വെച്ചിട്ടാണ് ഉള്ളത്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാം പച്ചമണം മാറി കിട്ടുന്നവരെ വഴറ്റണമല്ലോ. അതിന് ശേഷം അരിഞ്ഞു വെച്ച് ഒരു 12 ചെറിയ ഉള്ളിയുണ്ട്, അതാണ് ഞാൻ ഇടുന്നത്. അത് നല്ലോണം വാടി കിട്ടേണ്ടതുകൊണ്ട് ചെറുതായിട്ട് അരിയുകയും ചെയ്തിന്. അടിയിൽ പിടിക്കാണ്ട് നന്നായി ഇളക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതും നന്നായി വാടി വരണമല്ലോ, എന്നാലും മാത്രമല്ലേ നമുക്കൊരു കറി ടേസ്റ്റ് കിട്ടുള്ളൂ. സാധനങ്ങളെല്ലാം വെന്ത് വരണമല്ലോ. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണും 1/2 ടീസ്പൂണൊന്നും ഞാൻ നോക്കുന്നില്ലേ, എൻ്റെ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ കൂടുകയില്ല കുറയുകയില്ല, ഓരോരുത്തർക്കും ഓരോ അളവാണെന്നല്ലോ ഉണ്ടാവുക. പൊടിയിട്ട് കൊടുത്ത ശേഷം കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം തൈര് ഒഴിച്ച് കൊടുക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ മിക്സിയിൽ കുറച്ച് മുന്നേ തന്നെ തൈരും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം കൂടെ കൂട്ടിയിട്ട് അടിച്ച് എല്ലാം ലെവലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇതെല്ലാം ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമല്ലേ ഉള്ളൂ എന്നാണ് വിചാരിച്ചത്. ഇതാണ് ഞാൻ അടിച്ച് വെച്ച മോര്. ഇത് അതിലേക്ക് ഒഴിച്ച് കുറച്ച് നല്ലോണം ചൂടാക്കുന്നുണ്ട്. തിളച്ച് വരാൻ പാടില്ലല്ലോ. ചട്ടി ആയതുകൊണ്ട് ചൂട് നിൽക്കുന്നതുകൊണ്ട് തിളക്കുമെന്നൊരു പേടി എനിക്കുണ്ടേനും. അതുകൊണ്ട് തീ മുഴുവനായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ടാണ് ഈ മോര് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ മഴയത്ത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ മോര് കാച്ചിയതും നേരത്തെ പറഞ്ഞ മീൻ മുളകിട്ടതും വറവും പപ്പടവും അച്ചാറൊക്കെ കൂടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ച്. ഇന്നത്തേക്ക് ഇത്രയുള്ളേ, പിന്നെ കാണാം.